മന്നം ജയന്തി ജനുവരി 2. മന്നം ജയന്തി ജനുവരി 2. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വളർച്ചയ്ക്ക് കൃത്യമായ ദിശാബോധം സൃഷ്ടിച്ച വ്യക്തി. ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ. കേരള രജിസ്ട്രേഷൻ ദിനം ജനുവരി 4. കേരള രജിസ്ട്രേഷൻ ദിനം ജനുവരി 4. ഏഷ്യയിലെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫീസായ അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് സ്ഥാപിച്ചത് 1865 ബ്രിട്ടീഷുകാരനായ മാർഡോ ബ്രൗൺ സാഹിബാണ്. 1867 ജനുവരി 4 കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സംസ്ഥാനത്തെ ആദ്യ രജിസ്ട്രേഷൻ നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത്. കേരള രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ 160ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ വ്യക്തിയാണ് ആന്റണി രാജു. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലമായിരുന്നു ആന്റണി രാജുവിൻ്റേത്. ആണികളില്ലാത്ത പലകകൾ തുന്നിക്കെട്ടി പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച INS വി കൗഡിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പിയാണ് ബാബു ശങ്കരൻ. ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടി പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച INS വി കൗഡിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പിയാണ് ബാബു ശങ്കരൻ. 2026 ജനുവരിയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് നിതിൻ ജാംദർ. ജനുവരിയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്നു ജസ്റ്റിസ് നിതിൻ ജാംദർ. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ DC ബുക്സ് ആഭിമുഖ്യത്തിൽ 2026 ജനുവരിയിൽ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 9ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് സുനിത വില്യംസ്. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ DC ബുക്സിൻ്റെ ആഭിമുഖ്യത്തിൽ 2026 ജനുവരിയിൽ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 9ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് സുനിത വില്യംസ്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടാണ് ഖസാക്ക്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാള ഫോണ്ടാണ് ഖസാക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2026 ജനുവരി 29 2026-27 കേരള ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാൽ ധനകാര്യമന്ത്രി. 2026 ജനുവരി 29 2026-27 കേരള ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാൽ ധനകാര്യ മന്ത്രി. നിയമസഭാ ചരിത്രത്തിൽ ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് KN ബാലഗോപാൽ. 2 മണിക്കൂർ 52 മിനിറ്റ്. 4ാമത്തെ ബജറ്റാണ് ദൈർഘ്യമേറിയത്. KN ബാലഗോപാൽ 2 മണിക്കൂർ 52 മിനിറ്റ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ 12ാമത്തെ ബജറ്റാണ് 2026 നടന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ 12ാമത്തെ ബജറ്റാണ് 2026 അവതരിപ്പിച്ചത്. ആദ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയത് തോമസ് ഐസക്കാണ് 2021 3 മണിക്കൂറും 18 മിനിറ്റും. രണ്ടാമത്തതും തോമസ് ഐസക്കാണ് 2 മണിക്കൂറും 58 മിനിറ്റും. ഉമ്മൻചാണ്ടി മൂന്നാമത്തതാണ് 2016 2 മണിക്കൂറും 54 മിനിറ്റും. രാജ്യത്താദ്യമായി വയോജന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. രാജ്യത്താദ്യമായി വയോജന ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ്. 2016 മുതൽ 2022 വരെയുള്ള തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിമാർക്കുള്ള അവാർഡുകൾ നേടിയ മലയാളി താരങ്ങളാണ് കീർത്തി സുരേഷ്, നയൻതാര, മഞ്ജു വാര്യർ, അപർണ ബാലമുരളി, ലിജോ മോൾ എന്നിവർ. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് സ്വന്തമാക്കിയ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് സ്വന്തമാക്കിയ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. 2026 ജനുവരിയിൽ മഹാമാഘ മഹോത്സവം അഥവാ കേരള കുംഭമേള നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ മലപ്പുറം. 2026 ജനുവരിയിൽ മഹാമാഘ മഹോത്സവം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ. ഇന്ത്യയിൽ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ്. രാജ്യങ്ങൾക്കിടയിൽ ചരിത്രം, സംസ്കാരം, സർഗാത്മകത,
വിനോദസഞ്ചാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ സ്പൈസസ് ഹെറിറ്റേജ് നെറ്റ്വർക്കിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം. രാജ്യങ്ങൾക്കിടയിൽ ചരിത്രം, സംസ്കാരം, സർഗാത്മകത, വിനോദസഞ്ചാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ സ്പൈസസ് ഹെറിറ്റേജ് നെറ്റ്വർക്കിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം. 2025 കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റ തോത് രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. 2025 കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റ തോത് രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളം. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ 1.18 ലക്ഷം കോടി രൂപ നിക്ഷേപ താൽപ്പര്യത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം. ദാവോസ്, സ്വിറ്റ്സർലാൻഡിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ 1.18 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപ്പര്യപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരള വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നത് പി. രാജീവായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിലവിൽ വരുന്നത് ആറ്റുകാലാണ്, തിരുവനന്തപുരം. കണ്ണകി ശില്പം ആറ്റുകാൽ. സമഗ്രമായ നഗരനയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറാനൊരുങ്ങുന്നത് കേരളമാണ്. സമഗ്ര നഗരനയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലകളിൽ ജില്ലാതല ആശുപത്രികളിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിലെ ജില്ലാതല ആശുപത്രികൾ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എറണാകുളം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എറണാകുളം. കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ലയാണ് എറണാകുളം. കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ലയാണ് എറണാകുളം. തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തിയ ആദ്യ പദ്ധതിയായ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം. തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തിയ ആദ്യ പദ്ധതിയായ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറത്തിൻ്റെ 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന് വേദിയാകുന്നത് കൊച്ചി. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറത്തിൻ്റെ 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന് വേദിയാകുന്നത് കൊച്ചി. 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കൊച്ചി. 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കൊച്ചി. 2026 നടക്കുന്ന 7ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ കടൽപ്പായൽ എക്സ്പോയ്ക്ക് വേദിയാകുന്നത് കൊച്ചി. 2026 നടക്കുന്ന 7ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ കടൽപ്പായൽ എക്സ്പോയ്ക്ക് വേദിയാകുന്നത് കൊച്ചി. സംസ്ഥാനത്തെ ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് നിലമ്പൂർ കനോലി എക്കോ ടൂറിസം പാർക്കിൽ. സംസ്ഥാനത്തെ ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് നിലമ്പൂർ കനോലി എക്കോ ടൂറിസം പാർക്കിൽ. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തന സൗകര്യം ഒരുക്കുന്നതിനായി കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ഹബ്ബ് ആരംഭിക്കുന്നത് കളമശ്ശേരിയിലാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തന സൗകര്യം ഒരുക്കുന്നതിനായി കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഹബ്ബ് ആരംഭിക്കുന്നത് കളമശ്ശേരി. തൃശ്ശൂരിൽ വെച്ച് നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ. തൃശ്ശൂരിൽ വെച്ച് നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ. 2ാം സ്ഥാനം തൃശ്ശൂരാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുത്ത ആദ്യ മത്സരാർത്ഥിയാണ് സിയ ഫാത്തിമ. വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുത്ത മത്സരാർത്ഥി സിയ ഫാത്തിമ. 2026 കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടി, അതായത് കേരള AI ഫ്യൂച്ചർ കോൺ വേദി കോവളമാണ്. 2026 കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടി കോവളം. ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ പ്രാദേശിക കേന്ദ്രം സ്ഥാപിക്കാനൊരുങ്ങുന്ന തിരുവനന്തപുരം. ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ പ്രാദേശിക കേന്ദ്രം സ്ഥാപിക്കാനൊരുങ്ങുന്ന തിരുവനന്തപുരം. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലയിൽ വരുന്നത് കൊല്ലം കൊട്ടാരക്കര. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി കൊല്ലം കൊട്ടാരക്കര. കേരള മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നത് വെള്ളയമ്പലം, തിരുവനന്തപുരം. കേരള മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നത് വെള്ളയമ്പലം, തിരുവനന്തപുരം. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരം. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് അഞ്ചരക്കണ്ടി, കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് അഞ്ചരക്കണ്ടി, കണ്ണൂർ. കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് നിലയിൽ വരുന്നത് ലക്കിടി. കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലയിൽ വരുന്നത് ലക്കിടി. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് ചിത്രശലഭം സങ്കേതമായി പ്രഖ്യാപിച്ചത്? ആറാളം വന്യജീവി സങ്കേതം. ചിത്രശലഭ സങ്കേതം ആറാളം വന്യജീവി സങ്കേതം, കണ്ണൂർ. കിടപ്പു രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷൻ്റെ സാന്ത്വനമിത്ര പദ്ധതിക്ക് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചത് പത്തനംതിട്ട. കിടപ്പു രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷൻ്റെ സാന്ത്വനമിത്ര പദ്ധതിക്ക് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിച്ച ജില്ല പത്തനംതിട്ട. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് നിലയിൽ വരുന്നത് തലശ്ശേരി, കണ്ണൂർ. സപ്ലൈകോയുടെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലയിൽ വരുന്നത് തലശ്ശേരി, കണ്ണൂർ. കേരളത്തിലെ ഏത് സഹകരണ ബാങ്കാണ് ആദ്യമായി കശുമാങ്ങയിൽ നിന്നും കേഫിനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്നത്?
പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക്, കണ്ണൂർ. കേരളത്തിലെ ഏത് സഹകരണ ബാങ്കാണ് ആദ്യമായി കശുമാങ്ങിൽ നിന്നും കേഫിനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നത്? പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക്, കണ്ണൂർ. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകമാണ് ചീനക്കൊട്ടാരം. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകമാണ് ചീനക്കൊട്ടാരം. എല്ലാ കോടതികളും പൂർണ്ണമായി കടലാസുരഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ കോടതിയാണ് കൽപ്പറ്റ കോടതി. എല്ലാ കോടതികളും പൂർണ്ണമായി കടലാസുരഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് കൽപ്പറ്റ കോടതി. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയായിരുന്നത് വി. അബ്ദുറഹ്മാനാണ്. വിശ്വസാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ ബേപ്പൂരിൽ നിലവിൽ വരുന്ന സ്മാരക മന്ദിരമാണ് ആകാശമുട്ടായി. വിശ്വസാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ ബേപ്പൂരിൽ നിലവിൽ വരുന്ന സ്മാരക മന്ദിരമാണ് ആകാശമുട്ടായി. ന്യൂയോർക്ക് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസിയുടെ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹത നേടിയത് കൊച്ചി ജലമെട്രോയാണ്. ന്യൂയോർക്ക് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസിയുടെ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹത നേടിയത് കൊച്ചി ജലമെട്രോ. ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ക്യാൻസർ, പ്രമേഹം എന്നിവ പ്രതിരോധിക്കാൻ കഴിവുള്ള ആന്തോസയാനിൻ പിഗ്മെന്റ് അടങ്ങിയ ചേമ്പുവർഗ്ഗമാണ് ജമുനി. ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ക്യാൻസർ, പ്രമേഹം എന്നിവ പ്രതിരോധിക്കാൻ കഴിവുള്ള ആന്തോസയാനിൻ പിഗ്മെന്റ് അടങ്ങിയ ചേമ്പുവർഗ്ഗമാണ് ജാമുനി.